Hi everyone, welcome to Commerce World. Calicut University second semester MCom Management Science എന്ന സബ്ജക്ട് ഇത്ത LPP എന്ന കൺസെപ്റ്റ് ഇത്ത പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് LPP ത്തെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ ഒരു ഗ്രാഫ് വന്നാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്, അതായത് LPP എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രോബ്ലം ആണ്. A firm can produce 3 types of clothes, say A, B and C. 3 kinds of wool were required for it, say red wool, green wool and blue wool. 1 unit length of type, a cloth need 2 yards of red wool and 3 yards of blue wool. 1 unit length of type B, clothes need 3 yards of red wool, 2 yards of green wool and 2 blue wool. And 1 unit of type C clothes need 5 yards of green wool and 4 yards of blue wool. The firm has only a stock of 8 yards of red wool, 10 yards of green wool and 15 yards of blue wool. It is assumed that the income obtained from 1 unit length of type A cloth is ₹3, of type B cloth is ₹5 and the type C cloth is ₹4. Formulate the mathematical model. പ്രോബ്ലം എന്നുള്ളതാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്കിതിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, അതായത് ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യണത്, അതായത് എന്തൊക്കെ ടൈപ്സ് ആണ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ A, B, C എന്നുള്ള 3 ടൈപ്പാണ് ക്ലോത്ത്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കളേഴ്സ് ആണ് റെഡ്, ഗ്രീന്, ബ്ലൂ എന്നുള്ള കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റോക്ക് ഉള്ളത് വന്നിട്ട് റെഡിന് 8, ഗ്രീൻ 10, ദെൻ ബ്ലൂ 15 എന്നുള്ളതാണ് ഉള്ളത്. ദെൻ ഇതിന് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഓരോ ടൈപ്പിൽ നിന്നും ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3, 5, 4 എന്നുള്ളതിലാണ് നമ്മളുടെ ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇതിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് 3 ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആണ് ഉള്ളത്. അതിന്റെ കളേഴ്സ്, അതിന്റെ ഊളിന്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ളതാണ്. ദെൻ അതിന്റെ സ്റ്റോക്ക് ഉള്ളത് റെഡ് എന്ന് പറയുമ്പോൾ 8 ആണ്, ഗ്രീൻ 10 ആണ്, ബ്ലൂ 15 ആണ്. ദെൻ അതിന് ഇൻകം കിട്ടുന്നത് വന്നിട്ട് 3, 5, 4 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നമ്മളിതിന്റെ ആൻസറിലോട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ ആൻസറിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ കൈൻഡ്സ് ഓഫ് വൂൾ എന്ന് എഴുതി വെക്കുക. അതിൽ നമ്മളുടെ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നുള്ളത് കൈൻഡ്സ് ഓഫ് വൂൾ ആണ്. ദെൻ ടൈപ്സ് ഓഫ് ക്ലോത്തിൽ ABC ഉണ്ട്. അതിൽ റെഡിൽ വന്നിട്ട് 2, 3, 0 എന്നുള്ളതാണ് നമുക്കുള്ളത്. ദെൻ ഗ്രീൻ 0, 2, 5, ദെൻ ബ്ലൂ 3, 2, 4. റെഡിൽ സി ക്ലോത്ത്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല, അതേപോലെ തന്നെ ഗ്രീനിൽ വന്നിട്ട് A ക്ലോത്ത്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ അവിടെ 0 ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ റെഡിൽ 8ഉം ഗ്രീനിൽ 10ഉം ബ്ലൂവിൽ 15 എന്നുള്ളത് എഴുതി വെക്കുക, ഒരു ബോക്സിലോട്ട് എഴുതി വെക്കുക. ദെൻ അതിന് ഇൻകം കിട്ടുന്നത് 3, 5, 4 എന്നുള്ളത് എഴുതി വെക്കുക. സോ നമ്മളിവിടെ മാക്സിമൈസേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്, Z is equal to, അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം ആണ് 3x1 പ്ലസ് 5x2 പ്ലസ് 4x3. അതായത് ഇവിടെ നമുക്ക് 3 ടൈപ്സ് ആണ് ഉള്ളത്. സോ x1, x2, x3 എന്നാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. സോ നമ്മളത് മാക്സിമൈസേഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ Z എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. സോ Z is equal to 3x1 പ്ലസ് 5x2 പ്ലസ് 4x3 എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് കിട്ടുന്നത്. ദെൻ നമ്മളുടെ കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓരോ കൺസ്ട്രെയിൻസ് ഉണ്ട്, അതായത് റെഡ് എന്നുള്ളതിലും നമുക്ക് ഓരോ കൺസ്ട്രെയിൻസ് ഉണ്ട്. റെഡ് വൂൾ വന്നിട്ട് എന്തൊക്കെയാണ്, അതായത് എത്ര ക്ലോത്ത്സിലാണ്, ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് 2x1 പ്ലസ് 3x2 പ്ലസ് x3 എന്നുള്ളതാണ്. അതായത് നമ്മുടെ 0 എന്ന് പറയുമ്പോൾ നമ്മളവിടെ x3 എന്നുള്ളതാണ്, നമ്മളവിടെ 0 എന്ന് പറയുമ്പോൾ 0x3 എന്നുള്ളത് എടുക്കുക. ദെൻ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 8 എന്നുള്ളതാണ് നമ്മൾക്ക് വരുന്നത്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് ഗ്രീനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഗ്രീനിൽ വന്നിട്ട് നമ്മളുടെ A ടൈപ്പ് ഇല്ല. സോ 0x1 പ്ലസ് 2x2 പ്ലസ് 5x3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10 എന്നുള്ളതാണ് നമ്മൾക്ക് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളുടെ ഗ്രീൻ കഴിഞ്ഞിട്ട് ബ്ലൂ ആണെങ്കിൽ 3x1 പ്ലസ് 2x2 പ്ലസ് 4x3 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 15 എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. ദെൻ നമ്മളുടെ x1 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 0 ആകണം, അതേപോലെ തന്നെ x2ഉം ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 0 ആകണം, x3യും ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 0 ആവണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ കൺസ്ട്രെയിൻസും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസും ഒരു പ്രോബ്ലം തന്നാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ,
സോ ഇതേപോലെയാണ് നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ പ്രോബ്ലംസ് വരുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക, ടൈപ്സ് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ കൈൻഡ്സ് പറഞ്ഞിട്ടുണ്ടാകും, ദെൻ ഇൻകം യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടാകും. ആ യൂണിറ്റ് ആണ് നമ്മളുടെ മാക്സിമൈസേഷൻ നമ്മൾ ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ദെൻ അതിന് ശേഷമാണ് നമ്മുടെ കൺസ്ട്രെയിൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്നതിന്റെ എന്താണോ അതിന്റെ രീതിയിലുള്ള കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ പ്രോബ്ലത്തിലും മാത്തമാറ്റിക്കലായിട്ട് ചെയ്യാനായിട്ട് വരുന്നത്. ദെൻ വരുന്നത് ഇനി ഗ്രാഫിക്കൽ ആണ്. ഗ്രാഫിക്കലിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. സോ മാക്സിമൈസ് z is equal to 80x1 plus 120x2 എന്നുള്ളതാണ് നമ്മൾക്ക് വരുന്നത്. അതായത് രണ്ടെണ്ണമാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ സബ്ജക്ട് ടു x1 plus x2 less than or is equal to 9, x1 greater than or is equal to 2, x2 greater than or is equal to 3, then 20x1 plus 50x2 less than or is equal to 360 എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിലാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ കാണിക്കാൻ പോണത്. ഓക്കെ, സോ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മുന്നിൽ നമ്മൾക്ക് ഈ 20x1 x2 എന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ആ x1ഉം x2 എന്താണ് എന്നുള്ളത് അറിയണം. നമ്മളല്ലാതെ ഇവിടെ തന്നിട്ടുള്ള x1ഉം x2ന്റെ വാല്യൂ അല്ല നമ്മൾ ഇവിടെ എടുത്ത് എഴുതേണ്ടത്. നമ്മൾ x1ഉം x2ഉം ഇതിന്റെ എന്താണോ നമ്മൾ അത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ വന്നിട്ട് x1 പ്ലസ് x2 ഈക്വൽ ടു 9. അതിനെ നമ്മളൊരു ഫോർമുല എന്നുള്ള രൂപത്തിലോട്ട് നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ x1 പ്ലസ് x2 ഈക്വൽ ടു 9, then x1 is equal to 2, then x2 is equal to 3, then 20x1 plus 50x2 is equal to 360 എന്നുള്ളതാണ് വരുന്നത്. ദെൻ ഇതിൽ ഓരോന്ന് നമ്മൾ എഴുതുക. ഓക്കെ, അതായത് x1 പ്ലസ് x2 is equal to 9 എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ x1 എന്നുള്ളത് 0 ആയിട്ട് എടുക്കുക. ഓക്കെ, x1 എന്ന് പറയുന്നത് നമ്മളൊരു 0 ആയിട്ട് അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ വരിക, x1ന്റെ ഭാഗം നമുക്ക് കിട്ടുന്നത് 0 ആണ്. സോ 0 പ്ലസ് x2 is equal to 9, അതായത് 0 9 എന്നുള്ളതാണ് നമ്മൾക്ക് ആദ്യത്തെ ഒരു കൺസ്ട്രെയിന്റ് കിട്ടുന്നത്. 0 9 എന്നുള്ളതാണ് കിട്ടുന്നത്. ദെൻ നമ്മൾ x2ന് 0 ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ x2ന് 0 ആകുമ്പോൾ x1 പ്ലസ് 0 ഈക്വൽ ടു 9 എന്നുള്ളതാണ്. അപ്പൊ x1 9,0 എന്നുള്ളതാണ് നമ്മൾക്ക് രണ്ടാമത്തത് വരുന്നത്. ഓക്കെ, അപ്പൊ 0 9 9 0 എന്നുള്ളതാണ് നമ്മൾക്ക് വരുന്നത്. ദെൻ നമ്മുടെ രണ്ടാമത്തതിലോട്ട് പോകുന്ന സമയത്ത് 20x1 പ്ലസ് 50x2 ഈക്വൽ ടു 360 എന്നുള്ളതാണ്. ഇതിന്റെ മുന്നിൽ നമുക്ക് x1 ഈക്വൽ ടു 2 x2 ഈക്വൽ ടു 3 എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. ഓക്കെ, അത് നമുക്കൊരു പാരലൽ ലൈൻ ആയിട്ടാണ് വരുന്നത്, അല്ലാതെ അതിൽ നമ്മൾ ഫോർമുല ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ദെൻ നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് 20x1 പ്ലസ് 50x2 ഈക്വൽ ടു 360 എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ x1നെ നമ്മൾ 0 ആയിട്ട് എടുക്കുന്ന സമയത്ത് 20 ഇൻറ്റു x1ന്റെ ഭാഗം 0 ആണ്. സോ 0 പ്ലസ് 50x2 ഈക്വൽ ടു 360 എന്നുള്ളതാണ്. സോ 50x2 പ്ലസ് 360 എന്ന് പറയുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 50 ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് 7.2 എന്നുള്ളതാണ് നമ്മൾക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 0,7.2 എന്നുള്ളതാണ് നമ്മൾക്ക് ആദ്യത്തെ കൺസ്ട്രെയിന്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് x2ന് 0 ആയിട്ട് എടുക്കുക. 0 ആയിട്ട് എടുക്കുന്ന സമയത്ത് 20x1 പ്ലസ് 50 ഇൻറ്റു x2ന്റെ ഭാഗം നമ്മൾക്ക് 0 ആണ്, ഈക്വൽ ടു 360. സോ 20x1 ഈക്വൽ ടു 360 എന്ന് പറയുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 20 x1ന് കിട്ടുന്നത് 18 എന്നുള്ളതാണ്. സോ 18,0 എന്നുള്ളതാണ് നമ്മൾക്ക് രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് വരുന്നത്. സോ നമ്മൾക്ക് 4 എണ്ണം കിട്ടി. 0,9 9,0 0,7.2 ദെൻ 80,0 എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ 4 എണ്ണമാണ് നമ്മൾക്ക് കിട്ടിയത്. ദെൻ ഇതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് x1 2 x2 3 എന്നുള്ളത് ഉണ്ട്. സോ ഇതിൽ നമ്മൾക്ക് ആദ്യം നമ്മുടെ x1 നമ്മൾ മാർക്ക് ചെയ്യാണ്. x1 എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രയാ പറഞ്ഞേ, x1 നമ്മൾക്ക് പറഞ്ഞത്, സോ നമ്മളുടെ x ആക്സിസും y ആക്സിസും വരയ്ക്കുക നമ്മൾ. അതിൽ x1 x2 എന്നുള്ള രണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾക്ക് ആദ്യത്തെ x1 എന്ന് പറയുമ്പോൾ 2 എന്നുള്ളതാണ്. അപ്പൊ x1 എന്ന് പറയുമ്പോൾ ഈ x1 ലൈനിട്ട് നമ്മളുടെ പാരലൽ ലൈനാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ഒരു പാരലൽ ലൈനാണ് x1ന് വരുന്നത്. ദെൻ x2ന് 3 ആണ്. സോ x2 എന്ന് പറയുമ്പോൾ x2ന്റെ ആ ലൈൻ നോക്കാം, അതായത് ഒരു വെർട്ടിക്കൽ ലൈനാണ്. ആ വെർട്ടിക്കൽ ലൈനിട്ട് വെർട്ടിക്കൽ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്, അതായത് സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പൊ x3 എന്ന് പറയുമ്പോൾ 3 ആണ് നമ്മൾക്ക് വരുന്നത്. സോ x2ന് 3 ആണ് നമ്മൾക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് നമ്മുടെ x1 ഈക്വൽ ടു 2ഉം x2 ഈക്വൽ ടു 3ഉം. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് കിട്ടിയത് 0 9 എന്നുള്ളതാണ് അല്ലെ. സോ 0 9 ദെൻ 9 0 എന്നുള്ളതാണ്. അപ്പൊ 0 9 എന്ന് പറയുന്നത് നമുക്ക് 0നും 9ഉം അതേപോലെ തന്നെ 9ന് 0ഉം നമുക്ക് വരയ്ക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, 0 9 9 0 എന്ന് പറയുമ്പോൾ നമ്മുടെ x1 x2 എന്നുള്ളതല്ല അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കുക, 9
9 എന്നുള്ളത് അതായത് x1 പ്ലസ് x2 എന്നുള്ള രീതിയിലോട്ട് നമ്മൾ എടുത്തിട്ട് 9 അതായത് x1ത്തെ 9ഉം x2ത്തെ 9ഉമാണ് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ x1 x2 അതായത് 0,9 9,0 എന്നുള്ളതിന്റെ ആ ലൈൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് കിട്ടിയത് 0,7.2 എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയത്. ദെൻ 18,0 എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയത്. ഓക്കെ, അതായത് നമ്മുടെ x1ത്തെ 18ഉം ദെൻ നമ്മുടെ x2ത്തെ 7.2 എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 6 9 എന്നുള്ളതാണ് എടുത്തിട്ടുള്ളത്. സോ ഇതിന് ജസ്റ്റ് ഞാൻ 7.2 ആയിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തതാണ്. ഓക്കെ, 7.2 എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തതാണ്. നിങ്ങൾ കറക്റ്റ് ഗ്രാഫ് പേപ്പറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമായിരിക്കും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഗ്രാഫ് പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ വരച്ച് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, സോ 18 7.2 ലൈൻ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന് നമ്മൾ ഓരോ നെയിം കൊടുക്കുക. അതായത് നമ്മുടെ ആദ്യത്തെ അതായത് നമ്മുടെ x1 എന്നുള്ള ലൈൻ വരച്ചില്ല, അതിന് A. ദെൻ നമ്മളുടെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനാണ്. അതായത് നമ്മളുടെ 18 7.2ഉം അതേപോലെ തന്നെ നമ്മുടെ 9 9 എന്ന് ജോയിൻ ചെയ്ത ആ ലൈനാണ് B എന്നുള്ളത്. ദെൻ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ നെക്സ്റ്റ് ലൈനാണ് C എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് D എന്നുള്ള ലൈനാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ 4 ഭാഗങ്ങള്. ദെൻ ഈ 4 ഭാഗങ്ങൾ കൂട്ടിമുട്ടുന്ന ആ സ്ഥലത്താണ് നമ്മള് ആ 4 ഭാഗം കൂട്ടിമുട്ടുന്ന ഒരു പോർഷനാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ABCD എന്നുള്ളത് നമ്മൾക്ക് എവിടെയാണ് വരുന്നത്? ആ ഭാഗമാണ് നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗ്രാഫിക്കലായിട്ട് വരുന്നത്. ദെൻ ഈ ഗ്രാഫ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഓരോ പോയിന്റിലും എന്താണ് എന്നുള്ളത് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എത്ര പോയിന്റ് ഉള്ളത്? 4 പോയിന്റ് ആണ്. ABCD എന്നുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾക്കുള്ളത്. ദെൻ x1 x2 ദെൻ നമ്മളുടെ Z എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ x1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാ കിട്ടിയത്? x1 എന്ന് പറയുമ്പോൾ 2 2 3 6 എന്നുള്ളതാണ് നമ്മൾക്ക് x1 എന്ന് കിട്ടിയതല്ലേ. x1 എന്ന് പറയുമ്പോൾ 2 ഉണ്ട്. അതായത് x1 എന്ന് പറയുമ്പോൾ എത്രയാണ്? x1 നമ്മൾ ആദ്യം എത്ര മാർക്ക് ചെയ്തത്? 2 എന്നുള്ളതാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത്. ദെൻ x2 നമുക്ക് 3 ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. x1 എന്ന് പറയുമ്പോൾ 2 ആണ്, x2 എന്ന് പറയുമ്പോൾ 3 ആണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തത്. ഓക്കെ, അതാണ് നമ്മുടെ A പോയിന്റ് നമ്മൾ ചെയ്തത്. ദെൻ B പോയിന്റിലോട്ട് പോവാണെങ്കിൽ B പോയിന്റിലോട്ട് നമ്മൾ എത്ര മാർക്ക് ചെയ്തത്? 2 ആണല്ലേ. B പോയിന്റിൽ നമുക്ക് 2 ആണ് വരുന്നത്. B എന്നുള്ളത് നമ്മൾ എവിടെയാ നോക്കിയിട്ട് ഇവിടെ B എന്നുള്ളത് നമുക്ക് 2 ആണ് വരുന്നത് x1ല്. ദെൻ x2 ആണെങ്കിൽ 6.4 എന്നുള്ളതാണ് നമ്മൾക്ക് വരുന്നത്. അതായത് 6.4 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 7.2 എന്നുള്ള ഒരു ലൈൻ വരച്ചില്ലേ, അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് സ്കെയിൽ വെച്ച് നോക്കുന്ന സമയത്ത് 6.4 എന്നുള്ളതാണ് നമുക്ക് x2ല് വരുന്നത്. ഓക്കെ, ദെൻ C ഫംഗ്ഷനിലോട്ട് പോവാണെങ്കിൽ നമ്മൾക്ക് 3 ആണ് ആദ്യം വരുന്നത്. ഓക്കെ, 3 എന്നുള്ളതാണ് നമ്മൾക്ക് C എന്നുള്ള പോയിന്റിലോട്ട് ആദ്യം വരുന്നത്. 3 ആണ്. സ്കെയിൽ വെച്ച് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടും 3 എന്നുള്ളതാണ് നമുക്ക് x1ല് കിട്ടുന്നത്. ദെൻ x2ല് നമുക്ക് വരുന്നത് 6 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. C പോയിന്റ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് 6 ആണ് കിട്ടുന്നത്. ഞാനിത് നോട്ടിൽ വരച്ചിരിക്കുകയാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ് മാറിപ്പോവാനുള്ള സാധ്യതയാണ് കൂടുതലൊക്കെ. നിങ്ങൾ കറക്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ C ഫംഗ്ഷനിലോട്ട് വരുന്നത്. ദെൻ D വരുമ്പോൾ Dത്തെ x1 എന്ന് പറയുന്നത് 6 ആണ് വരുന്നത്. ഓക്കെ, Dത്തെ x1 നോക്കിയേ, Dത്തെ x1 എവിടെ ഉള്ളത്? 6ലാണ് Dത്തെ x1 ഉള്ളത്. ദെൻ നെക്സ്റ്റ് Dത്തെ x2 എന്ന് പറയുമ്പോൾ Dത്തെ x2 ഉള്ളത് 3ലാണ് Dത്തെ x2 ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ പോയിന്റ്സിൽ വരുന്നത്. ദെൻ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ x1ഉം x2ഉം നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ A എന്ന് പറയുമ്പോൾ നമ്മൾക്ക് Z is equal to Aന് കിട്ടിയ x1 എത്രയാണ്? 2. അതേപോലെ തന്നെ x2 എത്രയാണ്? 3. സോ Z is equal to 80 into 2 plus 120 into 3 is equal to നമ്മളിത് ഇൻറ്റു ചെയ്ത് പ്ലസ് ചെയ്യുന്ന സമയത്ത് 520 ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ദെൻ ബിയിലോട്ട് വരുന്ന സമയത്ത് 2 6.4 ആണ്. സോ 80 into 2 plus 120 into 6.4 ചെയ്യുമ്പോൾ 928 ആണ് ഇവിടെ കിട്ടുന്നത്. ദെൻ C ഫംഗ്ഷനിലോട്ട് വരുന്ന സമയത്ത് 80 into 3 plus 120 into 6 is equal to 960 ആണ് ഇവിടെ കിട്ടുന്നത്. ദെൻ ഡിയിലോട്ട് വരുന്ന സമയത്ത് Z is equal to 80 into 6 plus 120 into 3 പറയുമ്പോൾ 840 ആണ് കിട്ടുന്നത്. സോ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? മാക്സിമൈസേഷൻ ആണ്, മാക്സിമം വാല്യൂ ആണ്. സോ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത് C എന്നുള്ള പോയിന്റിലാണ് കിട്ടുന്നത്. സിയിൽ കിട്ടിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എത്രയാണ്? 960 ആണ് നമ്മൾക്ക് സിയിൽ കിട്ടുന്നത്. ഓക്കെ, സോ x1 3യും
ദെൻ x2 6 ആണ് നമ്മൾക്ക് കിട്ടുന്ന ആ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് മറ്റു വരുന്ന എല്ലാ ഗ്രാഫിക്കൽ പ്രോബ്ലംസും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്, ഇതേപോലെ നമ്മൾ ചെയ്യുക, ആ ലൈൻസ് കറക്റ്റ് മാർക്ക് ചെയ്യുക, ദെൻ അതിന്റെ പോയിന്റ് കണ്ടുപിടിക്കുക, ദെൻ അതിന്റെ ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുക, ദെൻ അതിന്റെ മാക്സിമം കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഒപ്റ്റിമം സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.